വിദ്യാർത്ഥിയുടെ ഓർമ്മയിൽ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ട് അധ്യാപക രക്ഷകർതൃ സംഘടന. ആയൂർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി മുഹമ്മദ് നിഹാലിന്റെ ഓർമ്മയ്ക്കായാണ് ഫലവൃക്ഷ തൈകൾ നട്ടത്. നീന്തലറിയാത്ത മുഹമ്മദ് നിഹാൽ അർക്കുന്നൂരിൽ ആറ്റിൽ കാൽവഴുതി വീണാണ് മരിച്ചത്. നിഹാലിനെ പറ്റി ഓർക്കുമ്പോൾ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഫിസിക്കലി ഇല്ലെങ്കിലും എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ തന്നെ കാണും. മുഹമ്മദ് നിഹാലിൻ്റെ ഓർമ്മയിലായിരുന്നു ആയൂർ ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രിയപ്പെട്ടവനായിരുന്ന മുഹമ്മദ് നിഹാലിൻ്റെ മരണം അവർക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ +1 വന്നിട്ട് ബോയ്സോട്ട് ആദ്യം പരിചയം അവനോടാണ്. അപ്പം എനിക്ക് ഒരു വർഷം കൊണ്ട് അവനെ അറിയത്തുള്ളെങ്കിലും ഞങ്ങൾ തമ്മിലൊരു ബോണ്ട്, അവൻ്റെ ക്യാരക്ടർ ആയാലും അവനെ പോലും ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു അവൻ. പഠിക്കാനായാലും ബാക്കി കാര്യങ്ങളിലായാലും ഒരു സഹോദരൻ തന്നെയായിരുന്നു എനിക്ക്. അവനിപ്പോൾ ഫിസിക്കലി നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സ്പിരിച്വലി അവൻ എന്നും നമ്മുടെ കൂടെ തന്നെ കാണും. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഫിസിക്കലി ഇല്ലെങ്കിലും എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ തന്നെ കാണും. മുഹമ്മദ് നിഹാലിൻ്റെ ഓർമ്മയ്ക്കായി സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് എന്നും അവൻ്റെ സ്മരണ നിലനിർത്താനാണ് PTയുടെ ശ്രമം. അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരുപാട് ഓർമ്മകൾ, എല്ലാവരോടുമുള്ള നല്ല പെരുമാറ്റം, നല്ല സംസാരം, ഇതെല്ലാം കൊണ്ട് തന്നെ അധ്യാപകർക്കെല്ലാം ഒരുപക്ഷെ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ ആയാൽ പോലും നമ്മളൊക്കെ നേരിട്ട് പഠിപ്പിക്കുന്ന കുട്ടിയല്ല എങ്കിൽ പോലും അത്രയ്ക്ക് നല്ല ഒരു പെരുമാറ്റവും സൗഹൃദവുമായിരുന്നു നിഹാലുമായിട്ട്, പ്രിയപ്പെട്ട നിഹാലുമായിട്ടുണ്ടായിരുന്നത്. വേർപാട് വളരെ വലിയ നഷ്ടമാണ്. ഓരോ ദിവസവും ഈ കലാലയത്തിലേക്ക് എത്തിച്ചേരുമ്പോഴെല്ലാം മനസ്സിൽ ആ ചിത്രം വരികയാണ്, അവൻ്റെ മുഖം വരികയാണ്. ഇതിൻ്റെ ഭാഗമായാണ് സ്കൂൾ PTയുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടത്. അർക്കന്നൂരിൽ ആറ്റിൽ കാൽവഴുതി വീണാണ് +1 വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് നിഹാൽ മരിച്ചത്. നീന്തലറിയാത്തതിൻ്റെ പേരിൽ ഇനി ഒരു വിദ്യാർത്ഥിക്കും ജലാശയങ്ങളിൽ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ലെന്നും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ തന്നെ നീന്തൽ പരിശീലനം നൽകാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കണമെന്നും PTA ആവശ്യപ്പെട്ടു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ PTA, NSS വോളണ്ടിയർമാർ, അധ്യാപകർ എന്നിവർ ഫലവൃക്ഷ തൈകൾ നടുന്നതിന് നേതൃത്വം നൽകി. നിഹാലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വൃക്ഷത്തൈകൾ ഇവിടെ നടുന്നതിൽ PTയുടെ ഏറ്റവും നല്ലൊരു പിന്തുണയും കാര്യമായിട്ടുണ്ട്. എല്ലാ കുട്ടികളും അതിൽ പരിപാലിക്കുകയും അവൻ്റെ ഓർമ്മ ഭൂമിയുള്ളിടത്തോളം കാലം, ഈ സ്കൂളുള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാവാനും അതിൽ പല വൃക്ഷങ്ങളും കുട്ടികളും എല്ലാവരും എടുക്കുവാനും വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സ്കൂളിൽ വളരെ പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു നിഹാൽ. അപ്പം നിഹാലിൻ്റെ വേർപാട് വളരെയധികം വിഷമം ഇവിടെ സ്കൂളിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട്, കാരണം പത്രത്തിൽ വായിച്ച ഒരു അറിവേ ഉള്ളായിരുന്നു, എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. നമ്മുടെ സ്കൂളിൽ നിന്നും +2 പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായി നിഹാലിൻ്റെ അകാല മരണത്തിൽ ഏറെ ദുഃഖം കൂടി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ NSSലുണ്ടായ NSS വോളണ്ടിയർ ആയിരുന്നു, മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് NSSുമായി ബന്ധപ്പെട്ട് വൃക്ഷത്തൈകൾ നടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മുഹമ്മദ് നിഹാലിൻ്റെ മാതാപിതാക്കളായ അസ്ഹർ, സുൽഫത്ത, സഹോദരങ്ങളായ നൗറിൻ, നൂഹ, PTA പ്രസിഡന്റ് K മനോജ് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ G അമ്പിളി, SMC അംഗം B മുരളി, സ്റ്റാഫ് സെക്രട്ടറി K സന്തോഷ് കുമാർ, NSS കോർഡിനേറ്റർ ശ്രീകുമാർ, ബാബുരാജൻ പിള്ള, രജിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.